ക്ലാസ് റെക്കോർഡ് ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ആകെ ഒരു കുഞ്ഞ് പാരഗ്രാഫായി എടുത്തേ അല്ലെ? 2 കുഞ്ഞു പാരഗ്രാഫ് ആണ് നമ്മൾ എടുത്തത്. വായിച്ചു നോക്കിയോ എല്ലാവരും? അതിനൊന്നും കയ്യിലില്ല. ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ മാം. ടെക്സ്റ്റ് ഇല്ല അല്ലെ? ഇട്ട് തന്നില്ലേ PDF? ഒന്നും തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല മാം. തന്നില്ല. പുതിയ സ്റ്റഡി ബാച്ച് ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടുമില്ല. ആണോ? ചോദിക്കട്ടെ. ഒന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക്. കഷ്ടമായി പോയെന്ന്. ടോമിന്റെ പറച്ചില് കേട്ടിട്ട് എനിക്കൊരു സഹതാപം തോന്നിട്ട് വന്നതാ. ഇഷ്ടം പോലെ പറയുന്നത് ആ ഒരു ടോണിലാണ് എനിക്ക് ചിരി വന്നത് കേട്ടാ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് ചിലപ്പോ എന്ത് പറ്റിയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ക്ലാസ് റൂം വന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിനകത്തല്ലയോ നമുക്ക് PDF ഒക്കെ ഇതിടുന്നത്, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ? ക്ലാസ് റൂമിൽ തന്നെയാണ് വന്ന് ഇടുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല. ക്ലാസ് റൂം വന്നിട്ടില്ലല്ലോ. അതാണ് കിട്ടിയിട്ടില്ല. അതിനൊന്നും ഒരു ഇതും അയച്ചിട്ടുമില്ല അവര്. ഇതിനിപ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന അറിയാത്ത. ക്ലാസ് റൂം 2 ഉള്ളപ്പോഴേ ഒറ്റ ക്ലാസ് റൂമിലല്ലേ 2 ഇതായിട്ട് ഇടുന്നത്, 2 ഗ്രൂപ്പായിട്ട് ഇട്ടുന്നത്. അത് എങ്ങനെയാ? അതെങ്ങനെയാടി? ഒന്ന് മറ്റേതും ഒന്ന് ഇതുമായി തിരിഞ്ഞു പോകത്തില്ലയോ? ചീത്ത വിളിക്കാതെ ക്ലാസ് റൂം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകത്തില്ലയോ? ഒന്ന് ഡിപ്ലോമ അല്ലേ? ഡിപ്ലോമയുടെ ക്ലാസ് റൂം അല്ലേ? അല്ലാതെ നമ്മുടെ PG ഗ്രൂപ്പ് എന്നല്ലേ അയക്കുന്നത് അവര്. അതാണ് ടീച്ചർ. ടീച്ചർ. അപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂം തന്നെയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. മറ്റേ ഗ്രൂപ്പിലായിരിക്കില്ല, മറ്റേ ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കില്ല, ഡിപ്ലോമയുടെ ആയിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, കാരണം അത് ഡിപ്ലോമ കോഴ്സിന്റേതാണ്, ഇത് PG-യുടേതാണ്. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളിലേക്ക് എത്തുമായിരിക്കും. ഓക്കെ, സോ ചിലപ്പോ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ആ ഒരു കുഞ്ഞു 2 പാരഗ്രാഫ് വായിച്ചോളൂ. ആ ഒരു പാരഗ്രാഫിൽ നിന്ന് വാട്ട് യു ഹാവ് കൺക്ലൂഡ്, എന്താണ് നമുക്ക് അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ആയിട്ട് മനസ്സിലായേ? എന്താണ് ഈ ഒരു ആ ഒരു പാരഗ്രാഫിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഒറ്റ പാരഗ്രാഫ് ഫുള്ളും പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ സെന്റൻസിൽ ഒന്ന് പറയാൻ പറ്റും? ഏതൊരു ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് മാൻപവർ. ഏതൊരു ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ പോയിന്റും മാൻപവർ തന്നെയാണ്. മാൻപവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. ഏത് ഓർഗനൈസേഷന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് മാൻപവർ എന്ന് പറയുന്ന കമ്പോണന്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിസിനസ് കനോട്ട് സക്സീഡ് അല്ലെ? ഒരു ബിസിനസ്സിന് അതിന്റെ സക്സസിലേക്ക് അതിനെ സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു പോയിന്റ്. പക്ഷേ ഇവിടെ അവർ ആ ഒരു സെന്റൻസിൽ എന്ത് കാര്യമാണ് അവരത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഞാൻ പറയാം. അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാവണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അതില് ഉൾപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അതൊരു പൂർണ്ണതയിൽ എത്തത്തില്ല, ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും. വെരി ഗുഡ്.
അതാണ് അതിന്റെ കറക്റ്റ്. അതായത് ഇവര് പറയുന്നത് നമ്മള് ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫങ്ഷൻസ് ഓപ്പറേഷൻസ് എല്ലാം ഡേ ടു ഡേ അഫെയർസ് എല്ലാം തന്നെ നമ്മൾ നോക്കിക്കാണുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വ്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഒരു ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന മാനേജ്മെന്റ് കൂടി അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ നമുക്ക് പറയാൻ സാധിക്കും ഓവറോൾ മാനേജ്മെന്റില് അഡ്മിനിസ്ട്രേറ്ററിന്റെ മാനേജ്മെന്റിന്റെ കീഴിലും കൂടി എന്ത് വരുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്. അതാണ് അവർ പറയാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കാര്യം. അതാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫില് പറഞ്ഞിരിക്കുന്ന കാര്യം. കാരണം ഏത് സ്റ്റേറ്റസിലുള്ള ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, എല്ലാ ബിസിനസ്സുകൾക്കും ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. മാൻ പവർ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും ഉണ്ടാകില്ല. മനുഷ്യന്റെ ആ ഒരു എനർജി, അവരുടെ എഫിഷ്യൻസി, അവരുടെ സ്കില്ല്, നോളജ്, എന്തിനു പറയുന്നത്, അവരുടേതായ കൊടുക്കേണ്ട ഔട്ട്പുട്ടുകൾ ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് കിട്ടാതെ ഒരു ഓർഗനൈസേഷനും അതിന്റെ സക്സസിലേക്ക് എത്താൻ സാധിക്കില്ല. അതിനകത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഗോൾസ്, ലക്ഷ്യങ്ങള്, എയിമുകള് അതൊന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല അതിന്റെ പ്രോഫിറ്റബിലിറ്റി, അത് ലക്ഷ്യം വെച്ചിരിക്കുന്ന ലാഭക്ഷമതയിലേക്ക് അതിനെത്താനും സാധിക്കില്ല. ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ അത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗുഡ് വിൽ, അല്ലെ, ഒരു ഫെയിം മറ്റ് ആളുകളുടെ ഇടയില്, അല്ലെ, നമ്മളിങ്ങനെ ഒരു ആളുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് അറിയണ്ടേ, അല്ലെ, നമ്മളായാലും മനുഷ്യരായാലും എപ്പോഴും പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ വെറുതെ കുറച്ച് നാളുകൾ ജീവിച്ചു, അങ്ങനെ നമ്മളുടെ ആ ഒരു കാലഘട്ടം കഴിയുന്നത് വരെ നമ്മളിങ്ങനെ വെറുതെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു. അതിനേക്കാൾ ഉപരി when we are doing some good things, അല്ലെ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയാ, നമുക്കതൊരു നമ്മളുടെ ഫെയിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഫെയിം അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് മറ്റുള്ളവർക്ക് ഒരു തെളിവായിട്ട് നമുക്ക് അവിടെ ഒരു അടയാളമായി സൂക്ഷിച്ചു പോകാൻ പറ്റും, അല്ലെ. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ സക്സസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മീൻസ് ഇറ്റ്സ് എ വർക്ക് ഫോഴ്സ്, ഒരു എന്താ പറയാ വർക്ക് ഫോഴ്സ് ആണ്, ജോലി ചെയ്യാനുള്ള ആളുകളുടെ ഒരു കൂട്ടം. അതാണ് അതൊരു ബിസിനസ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഒരു ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ, ഒരു ഇൻഡസ്ട്രിയുടെ ഒക്കെ വർക്ക് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വിളിക്കാം. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഒരു നാരോ കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന ക്യാപിറ്റല്, അവരുടെ സ്കില്ല്, നോളജ്, ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരു നാരോ കൺസെപ്റ്റ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ. ആൻഡ് സിമിലർ ആയിട്ടുള്ള അത് ഉപയോഗിക്കുന്ന ടേംസുകളും നമ്മൾ പറഞ്ഞു. മാൻ പവർ, ലേബർ, പേഴ്സണൽ, അല്ലെ, തൊഴിലാളി എന്നൊക്കെ, അസോസിയേറ്റ്സ്, അല്ലെങ്കിൽ സിംപ്ലി പീപ്പിൾ എന്ന് പറഞ്ഞാലും എന്താണ്, നമുക്ക് മാൻ പവർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റൽസിൽ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് ജോലിക്കാർ, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ഹോസ്പിറ്റൽസിൽ, അല്ലെ. നമ്മളൊരു ഏറ്റവും ചെറിയൊരു ഹോസ്പിറ്റൽ പോലെ എടുത്താലും അവിടെ ഉണ്ടായിരിക്കും ഒരു 100 എന്താ പറയാ കൂടുതലായിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഡിഫറെന്റ് സെക്ഷൻസിൽ, അല്ലെ. നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റുകളിലാകാം, നഴ്സിംഗ് മേഖലയിലാകാം, അതുപോലെ തന്നെ ക്യാന്റീൻസിൽ വർക്ക് ചെയ്യുന്നവരാകാം, അതുപോലെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നവരുടെ ആ വിഭാഗത്തിലാകാം, മെയിന്റനൻസ് വിഭാഗത്തിലാകാം, ഒത്തിരി ക്ലീനിങ് വിഭാഗത്തിലാകാം, ലോണ്ടറി വിഭാഗത്തിലാകാം, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടിയും നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമൻ പവർ എന്ന് പറയാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ സംബന്ധിക്കുന്നതായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്താണ്? ഒരു ചുരുക്കി അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദ പോളിസീസ്? അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളുണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന, അവരുടെയൊക്കെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന റെഗുലേഷൻസ്, റൂൾസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ഫോമുകൾ, ഇതെല്ലാം തന്നെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഓരോ ഫോമുകൾക്കും ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പോളിസീസിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് ഹൗ ദ ഹ്യൂമൻ റിസോഴ്സസ് ഹാവ് ടു ബി മാനേജ്ഡ്, അതിന്റെയൊക്കെ ഒരു ഡോക്യുമെന്റഡ് ഫോം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സിന്റെ മാനുവൽ എന്ന് വിളിക്കുന്നത്. മാനുവൽ എന്താ? മാനുവൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാം? സാധാരണ ഒരു വേർഡ് മാനുവൽ എന്ന് കേട്ടാൽ എന്താ അർത്ഥം? നമ്മൾ പല കാര്യങ്ങൾക്കും എന്താ പറയാ മാനുവൽസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെ.
നമ്മളൊരു TV പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിച്ചു. സോ അതിന്റെ അകത്ത് അതെങ്ങനെ ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്, എങ്ങനെ നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസോ ഡയറക്ഷൻസോ അല്ലെങ്കിൽ മറ്റ് അത് അസംബിൾ ചെയ്യുന്ന കാര്യമോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ്. അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് അസംബിൾ ചെയ്ത് വരാത്ത സാധനമാണെങ്കിൽ നമ്മൾ അതിനെ ഹൗ ടു അസംബിൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നമ്മൾ അതിനെ പതിയെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തായിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. Likewise, അതുപോലെ തന്നെ how the human resource has to be managed, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത്, അതിന് എളുപ്പമുള്ള കാര്യമില്ലാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ നിയന്ത്രിക്കാനോ മാനേജ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയാൻ കാരണം ഒറ്റ കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. വളരെ ചെറിയ എക്സാമ്പിൾ ആണ്. എന്റെ എക്സാമ്പിൾ കേട്ടിരിക്കുന്ന ഒരുപാട് പേരിവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പറയാൻ പോകുന്നത് എന്താണ്. നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയിൽ ജീവിക്കുന്നവരാണ് അല്ലെ. നമ്മുടെ ഫാമിലിയിൽ ഒരു അമ്മ അല്ലെ, ഒരു സ്ത്രീ, നമുക്കറിയാം ഒരു ഏറ്റവും കൂടുതൽ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു വീട്ടിലെ അമ്മ. കാരണം പുറത്തുനിന്ന് ജോലി ഉണ്ടെങ്കിലും ആ വീടിനെ വീടാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ ആ സിറ്റുവേഷൻസ് സറൗണ്ടിങ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അമ്മയുണ്ടായിരിക്കും. കുടുംബനാഥനാരായിക്കോട്ടെ, പക്ഷെ അമ്മമാര്, സ്ത്രീകള് അല്ലെ, ആ ഒരു പൊസിഷൻ വഹിക്കുന്നവര് എന്ത് ചെയ്യും, അതിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അച്ഛന് അമ്മമാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നേരെ നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നേരെ നോക്കണം, മക്കള് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേരെ നോക്കണം, അവർക്ക് വേണ്ടി വരുന്ന ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ മാത്രം പോരാ, ഇതുങ്ങളെ എത്തിക്കാനും പാടാണ് അല്ലെ. അവരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് കുറെ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും അല്ലെ. നമ്മളിപ്പോ ഇതുങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എന്തൊരു പാടാ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു ദിവസത്തില് 2-3 പ്രാവശ്യങ്ങളും നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റു അല്ലെ എന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് പറ്റാതെ, അതായത് നമ്മൾ അത്രയും സഹി കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. 2 പ്രാവശ്യങ്ങളും ഒരു ദിവസത്തിൽ നമ്മൾ പറയാതിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ ചുറ്റോളവും 3-4 എണ്ണത്തിനെയൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ how can be this much employees, ഇത്രയും അധികമുള്ള ഒരു വർക്ക് ഫോഴ്സിനെ how can we manage it because of their dynamic nature. നമുക്കറിയാം ഇവരുടെ എല്ലാവർക്കും അവരവരുടേതായ സ്വഭാവ രീതിയുണ്ട്. എന്റെ ഒരു സ്വഭാവമായിരിക്കില്ല എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും. നമ്മൾ എത്ര പേര് ഇവിടെ ഉണ്ട് എങ്കിൽ ഇപ്പൊ 76 ആളുകളുണ്ട് പ്ലസ് മീ, അതായത് 77 ആളുകളാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ ഇത്രയും ആളുകൾക്ക് എല്ലാവർക്കും ഒരു നേച്ചർ അല്ല, ഒരു സ്വഭാവ രീതിയല്ല അല്ലെ, ഇമോഷണൽ ഫീലിങ്സ് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മാനേജ് ചെയ്യുക, ഈ പറയുന്ന വർക്ക് ഫോഴ്സിനെ മുഴുവൻ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഒരു നിലയ്ക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ആസ് എൻ ഈസി ടാസ്ക്. നമുക്ക് പറയാം എന്താണ് അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അവരെ മാനേജ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള there should be some rules and regulations. ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും, അതിന് ചില നിയമപരമായിട്ടുള്ള ചില രീതികളും മറ്റു കാര്യങ്ങളും ഉണ്ട്. സോ how the activities of human resources inside an organization, here we can say that in an hospital, ഒരു ഹോസ്പിറ്റലിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് തന്നെ ഒരാൾക്ക് ഒരു രീതി, ഒരു നിയമം, ആൾക്ക് മറ്റൊരു രീതി അല്ലെ. അവിടെ പാർഷ്യാലിറ്റിക്കൊന്നും അവിടെ ഒരിടവും കൊടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനും പാടില്ല. ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു വർക്കേഴ്സിനോട് അല്ലെങ്കിൽ ഒരു വർക്കറിനോട് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു, മറ്റൊരാളോട് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് നോട്ട് ബി അലൗഡ് അല്ലെ. തീർച്ചയായിട്ടും അത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കാൻ പാടില്ല. സോ എല്ലാവർക്കും വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. അതെല്ലാം എവിടെയുണ്ട് ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനുവലിലുണ്ട്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനുവലിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ഒരു ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ട്.
അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് അറിയണം എന്തൊക്കെയാണ് ആ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന്. ഓരോ പോയിന്റ് വൈസ് ആണ്. ഈ പോയിന്റ് വൈസ് തന്നിരിക്കുന്ന സാധനം തന്നെ ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്തും കിടക്കുന്നുണ്ട്. I think it's very easy to understand by when we are following that point ആയിട്ട് ഇട്ടുണ്ടല്ലോ. 34 എണ്ണം നമുക്ക് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുന്നതായിരിക്കും നല്ലത്. പാരഗ്രാഫിനേക്കാളും കുറച്ചുകൂടി നമ്മുടെ കണ്ണുകൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ളത് ഇതുപോലെ പോയിന്റുകളായിട്ട് തരുന്നത്, അതുപോലെ തന്നെ ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ അത് രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വലിയ പാരഗ്രാഫ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. Okay, so what all things are included in the human resource manual? അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അവർ താഴെയൊക്കെ പഠിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ലെറ്റ് us go through the index അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് അതിന്റെ ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. There should be one introduction. ഹ്യൂമൻ റിസോഴ്സുകളെ സംബന്ധിക്കുന്ന ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ എയിംസ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന്റെ എന്താ പറയാ എയിം, അതിന്റെ ലക്ഷ്യം എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, അതിനെ മാനേജ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വിഷൻ ആൻഡ് മിഷൻ, ഹ്യൂമൻ റിസോഴ്സസിന്റെ കാഴ്ചപ്പാടുകളും അവരുടെ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി പോളിസി, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ഗുണനിലവാരത്തിന്റെ ഒക്കെ നയങ്ങൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ക്വാളിറ്റി എന്താണ്, ആ ക്വാളിറ്റി ഹൗ ക്യാൻ ബി അറ്റൈൻ, അതെങ്ങനെ നേടിയെടുക്കാം, ഒരു ഗുണനിലവാരമുള്ള ഒരു ഹോസ്പിറ്റലാക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചില പോളിസീസ് അതൊക്കെയാണ്. പിന്നെ സർട്ടിഫിക്കേഷൻസ്, പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അഷ്വറൻസ്, ഉറപ്പ് നൽകുന്ന പല കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള അഷ്വറൻസ്, മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയൊക്കെ ലഭിക്കാനുള്ള ഇന്റന്റുകൾ, അതിനുള്ള ഫോമുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോർ ഇൻഡക്ഷൻ, പുതിയ എന്താ പറയാ പേഴ്സണൽസിനെ, തൊഴിലാളികളെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പുതിയ എന്താ പറയാ എംപ്ലോയീസിന് ആവശ്യമുണ്ട്, അവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ കൊണ്ടുപോയി ആക്കാനുള്ള അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം. പിന്നെ ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം, ഇന്റർവ്യൂസ് ഒക്കെ നടക്കുമല്ലോ. അപ്പൊ ഇന്റർവ്യൂവിന്റെ ഒക്കെ വിലയിരുത്തലുകൾ, ഇന്റർവ്യൂ ചെയ്തു, ഇനി ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് വി ഹാവ് ടു സെലക്ട് സം എംപ്ലോയീസ് അല്ലെ, നമുക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് സെലക്ഷൻസ് നടക്കണം. സോ വാട്ട് ഈസ് ദ അസസ്മെന്റ് മെഷർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ അതിന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെഷർമെന്റ് ആണ് സ്വീകരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. പിന്നെ ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്, ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും എന്താ പറയാ ഒരു ഇത് സമർപ്പിക്കണം അല്ലെ, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും മറ്റൊക്കെ കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നീട് ഈ ഹോസ്പിറ്റൽസിനെതിരെ തന്നെ ആളുകൾ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ തിരിയാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുക. പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡിന്, അതായത് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു സെലക്ട് ന്യൂ എംപ്ലോയീസ് ടു ദ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ ഒക്കെ പുതിയ എംപ്ലോയീസിനെ അവിടെ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു പാനല്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നത്. അല്ലെങ്കിൽ അതിന് പാനലെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അവിടെ അവരെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ടാണ് പാനൽ ബോർഡ് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ഓക്കെ, ക്ലാസ് റൂം വന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്, അതായത് പുതിയ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഓഫർ കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുക, ജോയിനിങ് ഓർഡർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോ എംപ്ലോയീസിനും വാട്ട് ദേ ഹാവ് ടു ഡു ഇൻ ദ ഹോസ്പിറ്റൽസിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വിവരിക്കുന്ന രീതിയിൽ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജോബ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അത് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് കൺഫർമേഷൻ ലെറ്റർ, ജോബ് കൺഫേം ആയി എന്നുള്ള ലെറ്റർ പ്ലേസ് ചെയ്യുന്നത്, ഇന്റന്റ്, അതുപോലെ തന്നെ ഇന്റന്റ് റിപ്പോർട്ടിംഗ്, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം, ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ പുതിയ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ, പുതിയ ഇന്റന്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് റെക്വിസിഷൻസ് ഒക്കെ പ്ലേസ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അത്. ഹ്യൂമൻ റിസോഴ്സ് അപ്രീഷിയേറ്റഡ്, ദാറ്റ് മീൻസ് ഹ്യൂമൻ റിസോഴ്സസ് നമുക്കറിയാം എംപ്ലോയീസ് ആണ്, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസിക്ക് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്രീസിയേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അതുപോലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രൈസലും ഉണ്ട്, അവരുടെ പെർഫോമൻസ് ഏത് രീതിയിലാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വിലയിരുത്താം.
ഏതൊക്കെ രീതിയിലാണ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ആവശ്യകത അറിഞ്ഞ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ആവശ്യമുള്ള രീതിയിൽ തന്നെയാണോ ഈ പറയുന്ന ആളുകളൊക്കെ ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പെർഫോമൻസിനെ അസസ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസൽ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ, ചില ആളുകൾക്ക് ജോലി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഇത്ര മന്ത്സ് പ്രൊബേഷൻ ആണ്. സോ അവരുടെ ആ പെർഫോമൻസും അവരുടെ ടാലന്റും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർക്ക് എന്താ പറയാ, അവർക്ക് ഒരു സ്ഥിരമായിട്ട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള ആ ജോബ് അവർക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് പ്രൊബേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊബേഷൻ ചിലപ്പോ കുറച്ചുകൂടിയൊക്കെ ചിലപ്പോൾ ശരിയാകാനുണ്ടാകും. ചില ടീച്ചേഴ്സ് ഒക്കെ പ്രൊബേഷൻ പീരീഡിൽ ജോലി ചെയ്യാറുണ്ട് അല്ലെ. കാരണം അവരുടെ ആ ഒരു നമുക്കറിയാം ഒരു ക്വാളിഫിക്കേഷൻ വൈസ് അവര് സർട്ടിഫിക്കറ്റ് കിട്ടി ടീച്ചേഴ്സ് ആയി എന്നുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം ഒരു ടീച്ചർ ആവണമെന്നില്ല അല്ലെ. ആൾക്ക് അത് എന്താ പറയാ കുട്ടികളിലേക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് അതെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ, അത് അവര് എന്താ പറയാ ചില പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഡ്യൂറിംഗ് ദാറ്റ് പ്രൊബേഷൻ പീരീഡ്, ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിൽ അവരത് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് അവര് ഓർഗനൈസേഷൻ ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ മേ ദ ഓർഗനൈസേഷൻ ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ദ പ്രൊബേഷൻ പീരീഡ്. ആ പീരീഡ് ഒക്കെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫോം ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ, എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ നല്ലതൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള അപ്രീസിയേഷൻ കൊടുക്കുക. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില രീതിയിലുള്ള അനുമോദനം രീതിയാണ്. പിന്നെ അവരുടെ സാലറിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, സാലറി ഇൻക്രിമെന്റ് ഫോം, ചില ആളുകളുടെയൊക്കെ സാലറി ഇത്രയായിരുന്നു, ഇനി അവരുടെ ഹോസ്പിറ്റൽസ് അവരുദ്ദേശിച്ച ആ ഒരു രീതിയിലേക്കാൾ ആ എംപ്ലോയി അവരുദ്ദേശിച്ച സ്റ്റാൻഡേർഡിനേക്കാളും എബവ് പെർഫോമൻസ് ഇഫ് ദേ ആർ ഗിവിംഗ് ടു ദ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അവരുടെ സേവനത്തിന്റെ 100% അല്ല 150% പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ സാലറിയിൽ ചെറിയ ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കും അല്ലെ. അത് ഒരു മോട്ടിവേഷൻ രീതിയാണ്, സാലറി കൂട്ടി കൊടുക്കുക. അല്ലാതെ തന്നെ ഇപ്പൊ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രോഫിറ്റിയേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവന്നപ്പോ അതിന്റെ ഭാഗമായിട്ടും ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന്റെ ഒക്കെ സാലറി ഒക്കെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോമുകള്, ലീവ് കാണും, ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ലീവ്സിന് അതുപോലെ തന്നെ റൂൾസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എപ്പോ വേണമെങ്കിൽ ലീവ് എടുക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് പറ്റും, ഒരുപാട് ആളുകൾ ലീവ് ഒക്കെ എടുക്കും. അതിനൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ അത് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ ട്രെയിനിങ് റെക്കോർഡ്, ട്രെയിനിങ് പീരീഡിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു റെക്കോർഡൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എത്ര ടൈമാണ് ട്രെയിനിങ് പീരീഡ് ആയിരുന്നത്, ഇനി ആ ട്രെയിനിങ് പീരീഡിൽ എന്തൊക്കെയാണ് എംപ്ലോയീസ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ വർക്ക് സാറ്റിസ്ഫൈഡ് ആണോ, അത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ കമ്പനി പാസ്പോർട്ട്, ഓർഗനൈസേഷന്റെ പല രീതിയിലുള്ള ചാർട്ടുകൾ, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. നോ ഡ്യൂസ് ഫോം, യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഡ്യൂസ് ഒന്നുമില്ല എന്നുള്ളതിന്റെ ഫോമുകൾ. നോ ഡ്യൂസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന പേഷ്യൻസെ ചിലപ്പോൾ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുൾ എമൗണ്ട് ഒക്കെ അന്നേരം തന്നെ അടയ്ക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു ഇച്ചിരി സമയമൊക്കെ കൊടുത്തിട്ട് അവർക്ക് അത് പേ ചെയ്യാൻ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി പെയ്ഡ് ഓഫ് ആണെങ്കിൽ അതിന് നോ ഡ്യൂസ്, ഇനി യാതൊരു തരത്തിലുള്ള ബാധ്യത ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള ഫോമുകളൊക്കെ ഉണ്ടാകും. പിന്നെ പലതരത്തിലുള്ള അക്നോളജ്മെന്റ്, ഉറപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഫോമുകള്, ഹാൻഡ് ഓവർ നോട്ട്, ഏതെങ്കിലും ഒരു ജോലിയോ മറ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകൾ, നോട്ട്സ് ഉണ്ടെങ്കിൽ അത്. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ, പിന്നെ എംപ്ലോയി ലീവ്സ് ദ ഹോസ്പിറ്റൽ, എന്തെങ്കിലും തരത്തിലുള്ള റെസിഗ്നേഷൻ ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള റീസൺസ് കൊണ്ട് അവിടുന്ന് ജോലി ചെയ്തിരുന്ന ഒരാൾ പുറത്തേക്ക് പോവുകയാണ്, എക്സിറ്റ് ചെയ്യാം. അറ്റ് ദാറ്റ് ടൈം ഓൾസോ ദെർ വിൽ ബി സം ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. അപ്പോഴും ഉണ്ടാകാറുണ്ട് ഇന്റർവ്യൂ. നമ്മൾ അറിയാം, നമ്മൾ സാധാരണ വിചാരിക്കും ഒരു ജോലിക്ക് കയറുമ്പോഴല്ലേ ഇന്റർവ്യൂ ഉണ്ടാകാമെന്ന് അല്ലെ. അല്ല, തീർച്ചയായിട്ടും ചില ഓർഗനൈസേഷൻസ്, മിക്ക ഓർഗനൈസേഷൻസിൽ നിന്ന് എക്സിറ്റ് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. എന്തിനായിരിക്കും അത് എക്സിറ്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് അത്രയും നാളെ ജോലി ചെയ്തിരുന്ന ആ ആൾക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ആള് എംപ്ലോയി ഹൗ ദേ ആർ സാറ്റിസ്ഫൈഡ്, ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം സംതൃപ്തമാണ് അവർ ആ ജോലിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവര് ഫേസ് ചെയ്തിട്ടുണ്ടോ, ആൻഡ് വട്ട് ഈസ് അവരുടെ എന്താ പറയാ ഒരു
ഒപ്പീനിയൻ അബൌട്ട് ദ ഹോസ്പിറ്റൽ, ആ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന അവരുടെ ഒരു അഭിപ്രായം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനയേഴ്സ്, ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ചില ആളുകളോട് ചോദിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ചില ക്വസ്റ്റ്യനയേഴ്സ് തയ്യാറാക്കി വെക്കാറുണ്ട്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഒരു റിവ്യൂ നമുക്ക് എടുക്കണം അല്ലെ, അത് പബ്ലിക്കിനോടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകാം. മറ്റേതെങ്കിലും രീതിയിൽ വേണ്ട ചില കാര്യങ്ങൾ അന്വേഷിച്ചതിന്റെ ഒരു ഫീഡ്ബാക്ക് അറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനയേഴ്സ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മറ്റനേകം മിസ്സലേനിയസ് ആയിട്ടുള്ള ഒത്തിരി മറ്റ് ഫോമുകൾ, ഒരു ഹോസ്പിറ്റലിലെ ഫോമുകൾക്കാണ് ക്ഷാമം. എന്തൊക്കെ ഫോമാണ് ഓൾറെഡി കുറെ പഠിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ഫോം ഉണ്ട് അല്ലെ, പിന്നെ എന്താ പറയാ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഇൻഫോർമേഷൻസ് മറ്റൊരാൾക്ക് കൊടുക്കാം എന്നുള്ളതിന് റിലീസിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഫോം ഉണ്ട്. ഇപ്പൊ ഞാനൊരു രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്, എന്റെ സമ്മതം കൂടാതെ എന്റെ രോഗത്തെ കുറിച്ചോ രോഗത്തിന്റെ വിവരങ്ങളെ കുറിച്ചോ മറ്റൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് ഹാവ് നോ റൈറ്റ്സ്, അവർക്ക് അധികാരമില്ല. എന്നാൽ വിത്ത് മൈ എന്താ പറയാ ഒരു ഡിസിഷൻ, എനിക്കിപ്പോ ഒരു കാര്യമുണ്ട്, തീരുമാനമുണ്ട്, വേണമെങ്കിൽ അത് ഇന്നൊരാളിനോട് എന്റെ ഒരു ഇൻഫോർമേഷനെ കുറിച്ചിട്ട് അവരോട് പാസ് ചെയ്യാം. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയോടാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലോടാകാം. ചിലപ്പോൾ ലീഗൽ ആയിട്ടുള്ള കേസസ് വരുന്ന ചില രോഗങ്ങളുമായിട്ട് വരും. അതായത് ലീഗലി എന്ന് പറയുമ്പോൾ എല്ലാ കുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ആളുകൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ അപ്പൊ നമ്മളുടെ ഒരു സമ്മതം അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഫോമുകൾ ഇഷ്ടംപോലെ ഫോമുകൾ ഉണ്ട് അങ്ങനെയുള്ളത്. പിന്നെ ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺക്ലൂഷൻ. ആ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളുടെയും ഒരു ഉള്ളടക്ക ഫോം, ഒരു കൺക്ലൂഷൻ ഫോം കൂടി ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് വരുന്നത്. ഇതിന്റെ മാനുവലിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു പേരുകളൊക്കെയാണ് നമ്മൾക്ക് പറഞ്ഞത്. ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലെ അതൊരു മാനുവലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർവേർഡ്സ് അതിനുശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രൂഫാണ്. ഈ ഒരു ഇൻഡെക്സ് ഒക്കെ നോക്കി അല്ലെങ്കിൽ ഈ ഒരു മാനുവൽ നോക്കി what is the rule regarding that particular situation, ആ ഒരു സിറ്റുവേഷന് ഏത് നിയമം നമുക്ക് ഫോളോ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്കൊരു വഴികാട്ടി. ഗൈഡ് വി ക്യാൻ യൂസ് ഇറ്റ്. ഇതിന് മറ്റൊരു പേര് കൂടി പറയുന്നത് ഈ HR മാനുവൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് ഓൾ തിങ്സ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, സ്പെസിഫിക് ഫോംസ്, അതിന്റെ പ്രോട്ടോകോൾസ്, എവറിത്തിങ് ഈസ് ഡോക്യുമെന്റഡ് ഇൻ ദിസ് മാനുവൽ. ഈ മാനുവലിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും. അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം എന്താ പറയാ ഒരു ഓഥന്റിക്, ഒരു എന്താ പറയാ ഒരു അധികാരപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ HR മാനുവൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾസോ കൺസിഡർഡ് ആസ് ദ ബൈബിൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ കൂടി പറയുന്നുണ്ട് ബൈബിൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എന്താ ബൈബിളിന്റെ അർത്ഥം? എന്താ ബൈബിളിന്റെ അർത്ഥം? എന്താ ബൈബിൾ? എന്താ ബൈബിൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ എന്താ വിശുദ്ധ ഗ്രന്ഥം? അതിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ഗ്രന്ഥമാണ് അല്ലെ? അപ്പൊ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് വിശുദ്ധമായ ഒരു വേദ പുസ്തകമാണ്. അപ്പൊ ഇവരുടെ വേദപുസ്തകമാണ്. ആരുടെ? ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു മാനുവല് ഉണ്ടായേ തീരും. അതിനനുസരിച്ച്, കാരണം all the things regarding the human resource are included in this particular manual. ഈ ഒരു മാനുവലില് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. And the hospital has to follow all the rules and regulations which is stated in the human resource manual. തീർച്ചയായിട്ടും ഹോസ്പിറ്റലില് മറ്റ് എല്ലാ വിഭാഗക്കാരും ഈ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന മാനുവല് ഫോളോ ചെയ്ത് മാത്രമാണ്, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ഹ്യൂമൻ റിസോഴ്സസിന് അത്രയധികം വാല്യൂ ഉണ്ട് ഏത് ഓർഗനൈസേഷനിലും. അതുപോലെ തന്നെ അത് മാനേജബിൾ കണ്ടീഷൻസിലേക്ക് ആക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻഡെക്സിൽ അല്ലെങ്കിൽ ആ മാനുവലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ഇവിടെ ആ ഒരു പോയിന്റ് ഇട്ട് ഇങ്ങനെ കോമ ഇട്ടിട്ട് കണ്ടേക്കണേ ഇവിടെ വരെ കോഴ്സ് ഓഫ് കൺക്ലൂഷൻ വരെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ സാധനം തന്നെ പാരഗ്രാഫിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ഭാഗം വീണ്ടും നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ HR മാനുവലില്, ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ വരുന്നതെന്നൊന്ന് നോക്കി ഒന്ന് വേഗം. അധികം നമ്മൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 ആഴ്ചയൊക്കെ നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് ചില ആളുകൾക്ക് 2 ക്ലാസ്സസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്, എക്സാംസ് ഉള്ളവരും ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇതിന്റെ ഈ തുടക്ക ഭാഗം മാത്രമേ കുറച്ചിങ്ങനെ ഈ പാരഗ്രാഫ് ആയിട്ടൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുള്ളൂ. അല്ലാത്തതൊക്കെ സിമ്പിൾ ആണ്. എടാ ഞാൻ നമുക്ക് ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റുകൾ ജസ്റ്റ് പറഞ്ഞില്ലുള്ളൂ. ഈ പോയിന്റ് നമുക്ക് ഇങ്ങനെ തന്നെ അറിയേണ്ടതാണ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ആണ് എന്തിൽ വന്നിരിക്കുന്നത്, HR മാനുവലില്. അതിന്റെ ആ പോയിന്റുകൾ, അതായത് ആ ഇൻഡെക്സിനകത്ത് അല്ലെങ്കിൽ ആ മാനുവലിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. വെറുതെ അതിന്റെ ഓരോ കുഞ്ഞ് എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഹ്യൂമൻ റിസോഴ്സസിന്റെ എയിംസ് ഉണ്ടായിരിക്കണം, വിഷൻ ആൻഡ് മിഷൻ, ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന അതിന്റെ കാഴ്ചപ്പാടുകൾ, അവരുടെ മിഷൻസ്, അവരെന്തൊക്കെ ചെയ്യണം. മിഷൻ മീൻസ് വാട്ട് വി ഡു, അല്ലെ, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളാണ്, അല്ലെ. ക്വാളിറ്റി പോളിസി, ഗുണനിലവാരം സംബന്ധിക്കുന്ന നിയമങ്ങൾ, നയങ്ങള്, സർട്ടിഫിക്കേഷൻ നിയമങ്ങള് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങള്, അഷ്വറൻസ്, അല്ലെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള അഷ്വറൻസുകൾ, ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ എന്താ പറയാ, ടാലന്റ് അക്വിസിഷൻ, ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ, പുതിയ ആളുകളെയൊക്കെ എന്താ പറയുക ഇന്റർവ്യൂയിലൂടെയൊക്കെ പുതിയ ജോലിക്കാരെ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, ഇന്റർവ്യൂ അസസ്മെന്റ് ഫോംസ്, ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ്, പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ്. ഈ പറയുന്ന എല്ലാം അതിനകത്ത് ഉണ്ടാവുന്നത് ഏതില്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസും മാനുവലിന്. ഈ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്താണ് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഓഫർ കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുക, ജോയിനിങ് ഓർഡർ പ്ലേസ് ചെയ്യുക, ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്ത് ജോലിയാണ് ഓരോ എംപ്ലോയീസും ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്. ഇപ്പൊ ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ഒരു എംപ്ലോയി ആണ്, അവരെന്താണ് അവിടെ ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. പിന്നെ കൺഫർമേഷൻ ലെറ്റർ ജോബിന്റെ, പിന്നെ റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോമുകള്, human resource appraisal, how the employees are working in the hospital. It should be assessed from time to time. കുറെ ജോലി കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ, അതിന്റെ റിസൾട്ട് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അസസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് അവിടെ. അപ്പൊ അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം, പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സാഹചര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഫോം, ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ, സാലറി ഇൻക്രിമെന്റ് ഫോം, എല്ലാത്തിനും റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രകാരം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പറയുന്നതിന് മുമ്പേ പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുമ്പോൾ there is no any kind of partiality, യാതൊരു തരത്തിലുള്ള പാർഷ്യാലിറ്റി, അല്ലെ, ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഒന്നും പാടില്ല ഒരാളോടും. Each and everyone in the working place are equal. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. ജസ്റ്റിസ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻസ്, അല്ലെ, നീതിപൂർവകമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോരുത്തർക്കും എല്ലാവരും എടുക്കണം, അല്ലെ. അല്ലാണ്ട് ഒരാൾക്ക് ഒരു നിയമം മറ്റേയാൾ വന്നപ്പോ എന്റെ കാര്യം വന്നപ്പോ എന്താ ഇങ്ങനെ എന്നൊരു ചോദ്യത്തിന് ഇടവരുത്തരുത്. ബിക്കോസ് ആ ഒരു പ്രോട്ടോകോൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്പൊ ഒരു ലീവ് എടുക്കുന്നു, ലീവ് എടുക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിനെ കുറിച്ച് എന്തെങ്കിലും അവർക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അപ്പൊ അവര് ചില ആളുകൾ ലീവ് എടുക്കുമ്പോൾ ലീവിന്റെ സാലറി കട്ട് ചെയ്യുന്നു, അല്ലെ. ചിലർക്ക് ആ മന്ത്ലി ഒരു ലീവ് ഉണ്ടാകാം, 2 ലീവ് ഉണ്ടാകാം. സോ വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ ലീവ്, ലീവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അപ്പൊ അതിന് കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അതേ തീരുമാനം തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾ ലീവ് എടുത്തപ്പോൾ സാലറി കട്ട് ചെയ്തില്ല, മറ്റൊരാൾ ലീവ് എടുത്തപ്പോ സാലറി കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ വരാൻ പാടില്ല, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലീവിനെ സംബന്ധിക്കുന്ന റൂൾസ്, ട്രെയിനിങ്ങിന്റെ റെക്കോർഡ്സ്, കമ്പനിയുടെ പാസ്പോർട്ട്, അങ്ങനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്. പിന്നെന്താ പറയാ, ചില ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പാസ്പോർട്ട്സ് ഒക്കെ വേണ്ടി വരും. ഓർഗനൈസേഷന്റെ പല രീതിയിലുള്ള ചാർട്ടുകൾ, നോ ഡ്യൂ ഫോംസ്, അക്നോളജ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഹാൻഡ് ഓവർ നോട്ട്,
എക്സിറ്റ് ഇന്റർവ്യൂ അത് പറഞ്ഞു. ചില പ്രത്യേക കാര്യങ്ങൾ ചിലപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലാത്തതൊക്കെ അവിടെ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞതാണല്ലോ, പോകുന്ന സമയത്ത് ഒരു എംപ്ലോയി വെൻ ലീവിംഗ് ഫ്രം ദ ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിലെ ജോലി ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംരംഭത്തിൽ നിന്നൊക്കെ ലീവ് ചെയ്ത് പോകുന്നു. ലീവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ എന്താ, ജോലി ഇല്ലാതെ ജോലി രാജിവെച്ച് പോവുക അല്ലെങ്കിൽ പുറത്ത് പോവുക. അങ്ങനെ പോകുന്ന സമയത്തും ഇന്റർവ്യൂ കണ്ടക്ട്, ചിലപ്പോഴൊക്കെ അങ്ങനത്തെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് അവരുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന അവരുടെ വ്യൂസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെന്താ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനയർ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനയർ ഒക്കെ അറിയാലോ. ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഫോം വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, കുറെ ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി വെച്ചിട്ടുള്ള ഫോമുകളാണ്. അപ്പൊ പല കാര്യങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഇന്ന് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചില ഹോസ്പിറ്റൽസിൽ ഇന്ന് ഫ്രണ്ട് ഏരിയയിലൊക്കെ ചിലപ്പോ നമ്മുടെ റിസപ്ഷൻ സ്ഥലത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു ചില ബുക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തരും അല്ലെ. നമ്മളുടെ ഫീഡ്ബാക്ക് നമുക്ക് അവിടെ എഴുതിയിടാം. ചിലര് ഇങ്ങനെ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിലോട്ട് അങ്ങനെ നിർത്തി എഴുതാം. അല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഒരു ക്വസ്റ്റ്യനയർ പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനകത്ത് കുറച്ച് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് PSC ഒക്കെ പറഞ്ഞല്ലോ. മൾട്ടിപ്പിൾ ചോയ്സ് PSC ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതിന് നമുക്ക് ചൂസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഉള്ള ആൻസർ നമ്മളുടെ ഒരു തീരുമാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറെ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ഫോം, അതാണ് ക്വസ്റ്റ്യനയർ. പിന്നെ മറ്റ് പലതരത്തിലുള്ള ഫോമുകൾ മിസ്ലേനിയസ് ആയിട്ടുള്ള, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്, അവരെ സംബന്ധിക്കുന്ന ചില വ്യവസ്ഥകളോ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ കൺക്ലൂഷൻസ് റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന ചില കൺക്ലൂഷൻസ്. ഇതെല്ലാം അടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു HR മാനുവലിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസലാണ് എന്ന് പറഞ്ഞത് 18 19 എന്നാ ടോം 18 ഇനി ടോമിനെ കൊണ്ട് പറയുന്നത്. ടോം can you say? ടോം എന്നോട് സംശയം, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. ടോം എന്ന് പറഞ്ഞു നോക്കിയത് ടോമിനെ അറിയാം. ടോം ഒന്ന് പറയാമോ? ടോം, ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസൽ, what do you mean by appraisal? അതിത് അറിയാത്തോണ്ടാ ടീച്ചറിനോട് ചോദിച്ചത്. 18 19 2 പ്രാവശ്യം പറഞ്ഞല്ലോ. Who can say? ആര് പറയും അപ്രൈസൽ എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല. 8th 9th ബാച്ചാണ്, അതുകൊണ്ടായിരിക്കാം ചോദിക്കുന്നത് അല്ലെ. ഓക്കെ, എന്നാ ഞാൻ 100 പ്രാവശ്യം പറയാം, എന്നിട്ട് പറയുന്നതാ. അപ്രൈസൽ എന്ന് പറഞ്ഞാലില്ലേ, അതായത് ടു അസസ് ദ പെർഫോമൻസ്. അപ്പഴാണ് ചെറുതായിട്ട് ഒരു കുഞ്ഞു ഫ്രൈസിൽ നമ്മൾ പറഞ്ഞാലില്ലേ, പെർഫോമൻസ് നമ്മള് എന്താ പറയാ അസസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നു. ഓക്കെ, ഞാൻ ജോലി ചെയ്യുമ്പോ എന്റെ പെർഫോമൻസ് അസസ് ചെയ്യാം, വിലയിരുത്തുക. എങ്ങനെയത് ചെയ്യുന്നു, ഏത് രീതിയിലുള്ള ചെയ്യലാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വി ക്യാൻ ഡു എ വർക്ക് എനി ടൈപ്പ്, എനി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം അല്ലെ. ചിലർ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ചെയ്യും, ചിലർ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യും അല്ലെ. കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും നമുക്ക് ജോലി ചെയ്യാം. എങ്ങനെയായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടേ? ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെ. കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. നമുക്ക് അതിനോടുള്ള ഒരു പാഷൻ പോലെ ചെയ്യണം. അപ്പോഴാണ് ആ ജോലിയുടെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് അവിടേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും സമയം തീർത്തിട്ടൊന്ന് എഴുന്നേറ്റ് പോയാൽ മതി, 1 മണിക്കൂർ ഇരുന്ന് പ്രസംഗിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്ന് ഭയങ്കര കഷ്ടപ്പാട് പോലെ വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്കും ഒരു സുഖം കിട്ടില്ല അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. ഏത് ജോലിക്കും അങ്ങനെയുണ്ട്. നമ്മളുടെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിക്ക് മാത്രമല്ല, ഒരു കുഞ്ഞു പ്രവൃത്തി നമ്മൾ ചെയ്താൽ പോലും നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ it will be very good to us and also for others who receive our service. നമ്മളുടെ സേവനം കിട്ടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്കും അത് ഭയങ്കര സന്തോഷം നൽകുന്നു. അതാണ്. അപ്പൊ അത് എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, എത്ര എഫിഷ്യന്റ് ആയി ചെയ്യുന്നു, എത്ര സ്കിൽഡ് ആയിട്ട് ചെയ്യുന്നു, എത്ര നോളജബിൾ ആയിട്ട് ചെയ്യുന്നു, അതിനെയൊക്കെ അസസ് ചെയ്യാം. അതാണ് ഹ്യൂമൻ റിസോഴ്സുകളെ നമുക്ക് അങ്ങനെ അസസ് ചെയ്യേണ്ടി വരും. കാരണം എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. അതായത് ഇപ്പൊ ഒരാള് ഒരു വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നു. ഓക്കെ,
ഇതെന്താ ഓക്കെ. അപ്പൊ ഒരാള് വർക്ക് പ്ലേസിൽ ജോലി ചെയ്യാണ്. അപ്പൊ ആ ആള് ജോലി ചെയ്യുന്ന സമയത്ത് ആൾക്ക് ചിലപ്പോ പല വികാരങ്ങളും ഉണ്ടായിരിക്കാം. സങ്കടമോ അല്ലെങ്കിൽ സങ്കടമുള്ള ദിവസങ്ങൾ ഉണ്ടാകും, സന്തോഷമുള്ള ദിവസം ഉണ്ടാകും. വീട്ടിൽ നിന്ന് ചിലപ്പോ ആരോടെങ്കിലും കൊച്ചപ്പാടിന് ബഹളം വെച്ച് ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പല മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ മനുഷ്യന്മാരുടെ. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് എവിടെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഞാൻ ഇപ്പൊ ആരോടെങ്കിലും പുറത്തുനിന്ന് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് കയറി വന്നിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കിടക്കാം. സോ ഞാൻ എന്താണോ ഇവിടെ വന്ന് ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അല്ലെ. അത് റിഫ്ലക്ട് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ അത് വരുന്നത് എന്തുകൊണ്ട്? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവർ ചെയ്യുന്ന പ്രവർത്തികളെ വീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അവരെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നതാകാം. ചിലപ്പോ ഈ ജോലിയിൽ ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവന്നല്ല, ചിലപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടുന്ന ഒരു നെഗറ്റിവിറ്റി കൊണ്ടാകാം നമ്മളുടെ ആ ജോലിയിൽ ഇത് പ്രകടമാകുന്നത്. അപ്പൊ അതിന്റെ റീസൺസ് ഒക്കെ അന്വേഷിക്കുക. അപ്പൊ അസസ് ചെയ്യുമ്പോൾ മനസ്സിലാകും അവരുടെ ജോലി അത്ര പെർഫോം അവർ ചെയ്യുന്നത് നല്ല രീതിയിലല്ല. നമ്മൾ സാറ്റിസ്ഫൈഡ്, നമ്മൾ അത്ര സംതൃപ്തരല്ല അവരുടെ ആ ഒരു ജോലിയിൽ. സോ എന്താണ് അതിന്റെ റീസൺസ്? മേക്ക് എനി ഡിസിഷൻസ് റിഗാർഡിംഗ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ആലോചിച്ച് കണ്ടെത്തി എന്താണ് അവർക്ക് പോരായ്മ, നമ്മുടെ വർക്ക് സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ നമുക്കത് അവരെ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? പെർഫോമൻസ് ലെവൽ കൂട്ടാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയുള്ള ചില പ്രത്യേക മോട്ടിവേഷൻസിന് വേണ്ടി ചിലപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാം, അല്ലെങ്കിൽ മോട്ടിവേഷൻസിന് വേണ്ടിയിട്ട് ചില മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ചില ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ വിലയിരുത്തിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എന്താ പറയാ അസസ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് അസസ്മെന്റ് അല്ലെങ്കിൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം എന്ന് പറയുമ്പോ അതായത് നമുക്ക് ഇപ്പോ ചില ജോലികളൊക്കെ തരുമ്പോ ആ ജോലികൾ ഒരു ഇപ്പൊ എന്താ പറയാ ടീച്ചേഴ്സിനൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ ചില കുറച്ച് മാസങ്ങളായിരിക്കും, ചിലപ്പോ ചില ടീച്ചേഴ്സ് 1 ഇയർ തന്നെ പ്രൊബേഷൻ പീരീഡിൽ പോകാറുണ്ട്. ആ ഒരു പീരീഡിൽ അവർക്ക് സാലറി ഒക്കെ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കാം. അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ ബേസിക് സാലറി പേയ്മെന്റ് ഒന്നും കിട്ടില്ല, അതിനേക്കാളൊക്കെ ചിലപ്പോൾ ബിലോ ആയിരിക്കാം. സോ വെൻ ദേ ആർ ബിക്കമിംഗ് ഓൺലി പെർമനന്റ് ഇൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഒരു പെർമനന്റ് ആകുമ്പോൾ മാത്രമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്കെയിലിലുള്ള സാലറി കിട്ടുന്നുള്ളൂ. അതുവരെ അവർക്ക് ആ ഒരു പേയ്മെന്റിലായിരിക്കാം. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പ്രൊബേഷൻ പീരീഡ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും? കാരണം ആ ഒരു പീരീഡിലും ഇഫ് ദേ ആർ നോട്ട് കറക്റ്റിംഗ് ദെയർ മിസ്റ്റേക്സ്, അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ പീരീഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഫോമുകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പരിശീലന സമയമൊക്കെ. ഓക്കെ. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഒരു ഫോമിനകത്ത് ഉള്ളത്. വായിച്ചപ്പോ മനസ്സിലായില്ലേ എല്ലാവർക്കും? ആ ഫോമുകളുടെ പേരുകൾ അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു ജസ്റ്റ് നമുക്കത് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ. ഇനി how the human resources are introduced to the hospitals. ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ എന്ന് പറഞ്ഞ തൊഴിലാളി, സ്പെല്ലിംഗ് കറക്റ്റ് നോക്കുക. പേഴ്സണൽ PERSONNEL. ആ പേഴ്സണലിന്റെ അർത്ഥം വ്യക്തിപരമായത് എന്നല്ല. പേഴ്സണൽ മീൻസ് തൊഴിലാളികൾ, തൊഴില്, അതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പേഴ്സണൽ മാനേജ്മെന്റിൽ എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ മാനേജ്മെന്റ് തുടങ്ങുന്നത്? എന്താ പറയാ സ്റ്റാർട്ട്സ് ഫ്രം ദ സ്റ്റെപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് പീരീഡിന്റെ ഒരു മുൻപുള്ള കാലഘട്ടമുണ്ട്, പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അതായത് ഓരോ എംപ്ലോയീസിനെ പുതിയതായിട്ട് നമ്മൾ എന്താ പറയാ വേക്കൻസി അനുസരിച്ച് റിക്രൂട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നതിന് മുമ്പേ തന്നെ തുടങ്ങി എന്ത് ചെയ്യുന്നു, പല രീതിയിലും പേഴ്സണൽസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ട സ്റ്റെപ്സ് തുടങ്ങി കഴിഞ്ഞു. അപ്പൊ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ റിക്രൂട്ട്മെന്റ്, എവിടെയാണ് അവരെ പൊസിഷൻ ചെയ്യേണ്ടത്, എവിടെ ഏത് സ്ഥലത്ത് ജോലി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഡക്ഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡ്യൂസ്മെന്റുകൾ, അവരെ സംബന്ധിക്കുന്ന ട്രെയിനിങ്ങുകൾ, അവർക്ക് അവരുടെ വെൽഫെയർ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഗ്രീവിയൻസ് എന്താ? ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് കംപ്ലൈന്റ്സ്, അതായത് എംപ്ലോയീസിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കും അതിനെ നമ്മൾ, അല്ലെ? അതായത് ഇപ്പൊ ഒരു ജോലിക്കാരന് എന്തെങ്കിലും കാര്യം
കാര്യത്തെ സംബന്ധിച്ച് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, മേ ബി റിഗാർഡിംഗ് ദെയർ വേജസ്, അവർക്ക് കിട്ടുന്ന കൂലിയെ സംബന്ധിക്കുന്നതാകാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ചില ബെനഫിറ്റുകളെ സംബന്ധിക്കുന്ന ചില ശബ്ദം ഉയർത്തും അല്ലെ അവിടെയുള്ള ജോലിക്കാരെ. അത് ഒരാളല്ല, ഒന്നിലധികം പേരൊക്കെ കൂട്ടായിട്ട് അങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കില്ലേ, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ ജോലിക്കാരെ സംബന്ധിക്കുന്ന ഗ്രീവിയൻസ്, അതുപോലെ തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിനെ സംബന്ധിക്കുന്ന ഗ്രീവിയൻസ്, എല്ലാ ആളുകളും അവര് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് രീതിയിൽ അതിനകത്ത് ഇടപെടാം. ആൻഡ് ഓൾസോ വെൽഫെയർ ഓഫ് ദീസ് പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഇവരുമായിട്ട് ഇടപഴകി ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു വെൽഫെയർ എന്താ, ക്ഷേമം, ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് തൃപ്തിയോടെ സന്തോഷത്തോടെ അത് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. ജോലി ചെയ്തിട്ട് പോകാം, നിങ്ങൾ ബാധ്യമായിട്ടൊന്നും അന്വേഷിക്കേണ്ട, അല്ല, നമുക്ക് ആ ജോലി ചെയ്യാനുള്ള സാഹചര്യം അതും കൂടി ഫേവറബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് പറയാ, ഹ്യൂമൻ റിസോഴ്സസിന്റെ എത്തിക്സിനെ ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ, എന്താണ് പറയാ, ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും അങ്ങനത്തെ കാര്യങ്ങളിലില്ല. കാരണം ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം, നിങ്ങൾ ജോലി ചെയ്യുക എന്ന് പറയുന്നതോടൊപ്പം അവര് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതും കൂടി ഓർഗനൈസേഷന്റെ ലക്ഷ്യമായിരിക്കും. അവരുടെ വെൽഫെയറും അവർ ലക്ഷ്യം വയ്ക്കണം അല്ലെ. ഞങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്ത് മാത്രം തന്നാൽ മതി, അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് മതി, നിങ്ങളുടെ സേവനം മാത്രം മതി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഞങ്ങൾക്ക് നോക്കണ്ടെന്ന് പറയാൻ പാടില്ല അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു എത്തിക്സിൽ നിന്നുകൊണ്ട് തന്നെ ഓൾ ദ തിങ്സ് അതൊരു ഇക്വിലിബ്രിയം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയാ സന്തുലിതാവസ്ഥ, ഇലക്ട്രിക് പുള്ളിനും കേട്ടില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന് മാക്സിമം അവരെ യൂസ് ചെയ്യുകയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് ഇൻ എനി വേ, ഏതെങ്കിലും രീതിയിലൊക്കെ അവരെ തൃപ്തമാക്കുകയും ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അതെ, അതൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻസിലേക്ക് മാനേജ്മെന്റ് പോളിസീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസും ഇതെല്ലാം കൃത്യമായിട്ട് നടന്നുപോകുമ്പോൾ ഇറ്റ് വിൽ ബി എ decorum and also financial stability of the hospital. അത് തീർച്ചയായും ഹോസ്പിറ്റലിന്റെ ഭംഗി കൂട്ടും, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയാം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ആയിരിക്കണം അവിടെയുള്ള അവരുടെ എന്താ പറയാ മാനേജ് ചെയ്യുക മാത്രമല്ല, അവരുടെ ഗ്രീവിയൻസുകൾ കേൾക്കണം, അവർക്ക് എന്തെങ്കിലും പരാതികളും മറ്റു കംപ്ലൈന്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടായിട്ട് അവർ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് കണ്ടെത്താൻ നോക്കണം. അത് സോൾവ് ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ പിന്നെ നോക്കാം, അത് പിന്നെ ആവട്ടെ, as soon as possible grievances should be solved. അതൊക്കെ സോൾവ് ചെയ്താൽ മാത്രമാണ് ഒരു നല്ല രീതിയിലൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ അതങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രോപ്പർലി തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സുകൾ അവരെ മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അവരുടെ അവകാശങ്ങൾ, അവർക്ക് കിട്ടേണ്ട ബെനഫിറ്റുകൾ അതൊക്കെ നമ്മൾ അവിടെ പിടിച്ചു വെച്ചിട്ട് അവരോട് ജോലി മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ഇക്വിലിബ്രിയം സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മാനുവലിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ പറയുന്ന എംപ്ലോയീസിനെ അവരുടെ എന്താ പറയാ whenever there is some recruitment, പുതിയ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പുതിയ പേഴ്സണൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവർക്കൊക്കെ ജോലി കൊടുക്കണം, അവരുടെ വെൽഫെയർ, അവരുടെ ഗ്രീവിയൻസ് ഇതൊക്കെ കേൾക്കണം. പിന്നെ മാത്രമല്ല ഇഫ് എനി എംപ്ലോയി ലീവ്സ് ദ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് റിസൈൻ ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് ജോലി വേണ്ടാന്ന് വെച്ചൊക്കെ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നതാണ്. ഇതെല്ലാം നമ്മുടെ HR മാനുവലിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചില നിയമങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ HR മാനുവലിന്റെ ഒരു എന്താ പറയാ ഒരു ഉള്ളടക്കം, അതിന്റെ അകത്തുള്ള ആ ഒരു ഇൻഡെക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ ഈ ഒരു ഭാഗം? ഈ ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞു, ഇത്രയും ഭാഗം നിങ്ങൾ വായിക്കേണ്ട കൺക്ലൂഷൻ വരെ, ബിക്കോസ് അത് മറ്റേ പോയിന്റുകളുടെ റിപ്പീറ്റേഷൻ ആണ്. ഇവിടെ തുടങ്ങി വായിക്കണം. Introduction regarding human resource is considered as a personal management in an organization. ഒരു പുതിയ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് തൊഴിലാളികളുടെ മാനേജ്മെന്റ് അവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സ്, ഇറ്റ് ഇൻവോൾവ് സ്റ്റെപ്സ് ഫ്രം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടു എക്സിറ്റ് ഇന്റർവ്യൂ.
അതായത് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞ് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്, റിക്രൂട്ട്മെന്റിന് മുമ്പിലുള്ള പ്രക്രിയ തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് എക്സിറ്റ് ഇന്റർവ്യൂ വരെയാണ്. അപ്പൊ അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരവിടെ ആ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ലൈക്ക് അതിന്റെ ഇടയിൽ എന്തൊക്കെ വരും? റിക്രൂട്ട്മെന്റ്, പൊസിഷനിങ്, ഇന്ന ജോലിക്കാരനെ ഇന്ന പൊസിഷനിൽ കൊടുക്കണം ജോലി, ഇന്ന ജോലിക്കാരന് ഈ പൊസിഷനിലാണ് ജോലി, അങ്ങനെ അതാണ് പൊസിഷനിങ്. പിന്നെ എന്താ പറയാ, ഇൻഡക്ഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡ്യൂസ്മെന്റുകൾ, ആ ജോലിയിൽ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ചില ഇൻഡ്യൂഷൻസ് കൊടുക്കേണ്ടി വരും അല്ലെ. അതായത് അവരെ പ്രേരണ കൊടുക്കുന്ന, അട്രാക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി. ചിലപ്പോൾ ചില ആൾക്കാരെ എന്ത് ചെയ്യുകയോ ജോലിയൊക്കെ കിട്ടി കുറച്ച് ദിവസം ജോലി ചെയ്യുമ്പോൾ മടുത്തു. ബിക്കോസ് അവിടെയുള്ള കണ്ടീഷൻസ് അവർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കില്ല. കാരണം മറ്റു ആനുകൂല്യങ്ങളില്ല, അല്ലെങ്കിൽ എപ്പോഴും ജോലി തന്നെ, നമ്മളുടെ കാര്യങ്ങൾ നോക്കുക, നമ്മൾക്ക് ഉള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി അതിന് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും അല്ലെ. അപ്പൊ ഇൻഡ്യൂസ്മെന്റ് നടത്തി മോട്ടിവേഷൻസ് കൊടുത്ത് അട്രാക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ പിടിച്ചു നിർത്താൻ ഏത് ഓർഗനൈസേഷനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്, വെൽഫെയർ ആൻഡ് ഗ്രീവിയൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് സ്റ്റാഫുകളുടെയൊക്കെ ഗ്രീവിയൻസ്, കംപ്ലൈന്റുകൾ, അവരുടെ വെൽഫെയർ, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. Having a diplomatic approach, ensuring welfare of the staff members without compromising the HR ethics, and maintaining the equilibrium of the management policies and procedures in respect of decorum and financial stability of hospital. ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക ഭദ്രത, ആ ഒരു സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനും അതുപോലെ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അലങ്കാരം അതും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ, ഒരു ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകളെയും അതുപോലെ തന്നെ അതിന്റെ എത്തിക്സിന് യാതൊരു തരത്തിലുള്ള കോട്ടങ്ങളും വരാതെ മാനേജ് ചെയ്ത് സ്റ്റാഫിന്റെ ഗ്രീവിയൻസുകൾ കേൾക്കാനുണ്ടെങ്കിൽ അത്, അവർക്ക് വേണ്ട ബെനിഫിറ്റുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അത്, അവർക്ക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന മാനേജ്മെന്റ് എല്ലാം തന്നെ ഉണ്ടാകേണ്ടത്. ഓക്കെ. And it's further process of human resource audit and confirmation of human resource requirements, including പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്നുവെച്ചാൽ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അവരുടെ കണക്കെടുപ്പുകൾ, എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ എംപ്ലോയീസ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റിംഗ് എത്തുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഇപ്പൊ എത്രത്തോളം റിക്വയർമെന്റുകൾ ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ വേണ്ടി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നതൊക്കെ. അതിനകത്ത് ഇന്റർവ്യൂ, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ പ്രോസസ് ആൻഡ് പൊസിഷനിങ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോളൂ. ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, അപ്രൈസൽ, സ്റ്റാഫ് വെൽഫെയർ ഗ്രീവിയൻസ്, എക്സിറ്റ് ഇന്റർവ്യൂ. മാത്രമല്ല ഇതെല്ലാം എവിടെ വരെ? ഓൺ ദ ടെർമിനേഷൻ ഓർ റെസിഗ്നേഷൻ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി പുറത്തു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും എന്നാണ് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഞാനിവിടെ നിർത്താണ്, ഇത്ര വരെ നിർത്തുന്നുള്ളൂ. കുറച്ച് നീണ്ട സെന്റൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദ പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ നിന്ന് വായിച്ചാൽ മതി കേട്ടാ, എല്ലാവർക്കും ഇവിടെ നിന്ന് വായിച്ചാൽ മതി നമ്മൾ, കാരണം മറ്റേത് ആ പോയിന്റുകളാണ്. ഇത്രയും ഇവിടെ നിന്ന് വായിക്കാം. ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മളെ ലെസൺ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അത്തരം സെന്റൻസുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിക്കേണ്ടി വരും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ മാത്രം ഡയറക്ട്ലി ബന്ധമുള്ള ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല നമ്മളിപ്പോ ഈ പഠിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഏത് ബിസിനസ് സംരംഭം എടുത്താലും മനുഷ്യന്മാരുടെ ജോലി, മനുഷ്യന്മാരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ മനുഷ്യ വിഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എന്താ പറയാ ബിസിനസ്സും സക്സസ് ആകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഇച്ചിരി പാട് പോലെ തോന്നാം. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കണം, ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റെറിലൈസ്ഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നു, ലോണ്ടറി പഠിക്കുന്നു. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി വെച്ച് അറിയാൻ പറ്റും അല്ലെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് അതിനേക്കാൾ അപ്പുറം അല്ലെ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് റിക്രൂട്ട്മെന്റ് പോളിസീസ്, പിന്നെ എന്താ പറയാ കൂടുതൽ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, അപ്രൈസൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുമായിരിക്കും ഈ ഒരു കാര്യങ്ങളിലൊക്കെ വരിക.
ഓക്കെ ആയോ? വായിച്ചപ്പോ ആ പോയിന്റുകൾ, അതായത് ആ ഇൻഡെക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വെറുതെ നമ്മളൊന്ന് അതിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് വായിക്കുക. ഓക്കെ, ഈ പാരഗ്രാഫിൽ ഞാനിപ്പോ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ മാത്രം മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ നോട്ടിൽ ഉണ്ടാവുമല്ലോ അല്ലെ? PDF കിട്ടുന്നല്ലോ, കിട്ടിയില്ലേ? എല്ലാം കിട്ടിയപ്പോ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റും. നമ്മളിപ്പോ ആകെ 2 പേജ് എന്ന് പറയാം, കാരണം ഒരു പേജിൽ ആ ഒരു ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതായത് കൊണ്ടാണ്. ആകെ കൃത്യമായിട്ട് പറഞ്ഞാൽ 2 പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെ? ഒരു പേജിൽ ആ പോയിന്റ് വൈസ് തന്നിരിക്കുന്നത് തന്നെയാണ്, അത് തന്നെ അവിടെ മറ്റേ പാരഗ്രാഫിനകത്തും റിപ്പീറ്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 2 പേജ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട്, ഇന്നലെ പിന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ, നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, വായിക്കാൻ പറ്റൂലേ എല്ലാവർക്കും? വായിക്കുമ്പോ ഇത് ഇച്ചിരി അങ്ങനത്തെ ടോപ്പിക് ആയതുകൊണ്ട് പിന്നെ നല്ലതുപോലെ പറ്റുന്നുണ്ട്. പറഞ്ഞോ. ഈ ഫോണിലായോണ്ട് ഭയങ്കര പാടാന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ച് എന്തോ ആരും എന്തോ പറഞ്ഞു, ഇനി എന്നെ ഇന്ന് മഴക്ക് പറഞ്ഞു. ടോം എന്തോ പറയുന്നില്ല അവിടെ ഇരുന്ന്. എന്താണ് ആരും എന്നെ എന്തോ മഴക്ക് പറഞ്ഞു. അതാ നീ പറഞ്ഞത് ക്ലിയർ ആയില്ലെന്നാണ് പറഞ്ഞേ.